ഹലോ ഗൈസ്, നമ്മൾ തടുക്കൊക്കെ ചവിട്ടി നടക്കുന്നതല്ലാതെ തടുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ആലോചിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വല്യച്ഛൻ്റെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ കയറും തടുക്കും കാര്യങ്ങളൊക്കെ ഇത്ര അടുത്ത് കാണുന്നത്. അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും ഇതെങ്ങനെയാണെന്നുള്ള കാര്യമായിട്ടൊക്കെ ഒന്നും ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ ഇത്രയും കയറുകൾ ഒരുമിച്ച് കണ്ടപ്പോഴത്തേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ആകാംക്ഷയായി. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കാണണമല്ലോ എന്നുള്ള വിചാരവും. അങ്ങനെയാണ് ഞാൻ ഈ സംഭവത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കയറൊക്കെ വാരിക്കൂട്ടിയിട്ട് സുലേഖാമ്മയെ വല്യച്ഛനും കൂടി തടുക്കുണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ തയ്യാറാക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ തടുക്കുണ്ടാക്കുന്ന മെഷീൻ. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന കയറാണ് കേട്ടോ. അപ്പോൾ അത് ഒരു വയലറ്റ് നിറത്തിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഈ നിറത്തിലുള്ള കയറാണ് ഇങ്ങനത്തെ രൂപത്തിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അത് ഓരോ കാര്യങ്ങളും അതിന് പ്രോസസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടാണ് ഈ ഒരു രൂപത്തിലോട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വല്യച്ഛൻ കയറെല്ലാം കുടഞ്ഞ് തരം തിരിച്ച് വെക്കുവാണ്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ കളർ മുക്കുന്ന കാര്യത്തിലോട്ടൊക്കെ പോകുന്നത്. ഇവിടെ 2-3-4 തരം കളറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു പച്ചയുണ്ട്, പിന്നെ ഒരു മഞ്ഞയുണ്ട്, പിന്നെ ഒരു റെഡുണ്ട്. അപ്പോൾ ഈ റെഡും മഞ്ഞയും ഉപയോഗിച്ച് നമുക്ക് ഓറഞ്ച് കളറിലോട്ട് അത് കൺവെർട്ട് ചെയ്യാൻ പറ്റുമേ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ഡ്രസ്സിലൊക്കെ കളർ മുക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം നമുക്ക് തിളപ്പിച്ച വെള്ളമാണ് വേണ്ടത് ഇതിന്. അപ്പോൾ ആ തിളപ്പിച്ച വെള്ളം എടുത്തിട്ട് അതിനകത്തേക്കാണ് നമ്മൾ ഈ പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഒരു റെഡ് കളറിലെ പൊടിയാണ്. അപ്പോൾ വല്യച്ഛൻ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്ന ഓറഞ്ച് കളറിലെ പിന്നെ കയറാണ്. ഓറഞ്ച് കളറിലുള്ള കയറും പിന്നെ ഒരു പച്ച കളറിലുള്ള കയറുമാണ് ഇപ്പോൾ സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ വയലറ്റ് കളറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. പിന്നെ റെഡും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടതൊക്കെ. അപ്പോൾ അത് നമ്മളിപ്പം ഈ കളറ് മിക്സ് ചെയ്ത് നമ്മൾ അവിടെ ഇരുന്ന വലിയ 2 ജാർ ഇരിപ്പുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഒഴിക്കുവാണ്. അപ്പം ഈ ഓറഞ്ച് കളർ ആക്കുന്നതിന് നമ്മൾ മഞ്ഞയും ഈ റെഡും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് 2-3 പ്രാവശ്യം ഈ കളർ മിക്സ് ചെയ്ത് അതിനകത്തോട്ട് ആക്കി കഴിയുമ്പോഴാണ് ഈ കളർ അങ്ങോട്ട് ശരിക്കും ആ വെള്ളത്തിലോട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഈ റെഡിനകത്തോട്ട് പിന്നെ യെല്ലോ ഇടുന്നതാണ് ഈ കാണുന്നത്. ഇപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും നല്ല ഓറഞ്ച് നിറത്തിലേക്ക് അത് കൺവേർട്ട് ചെയ്യുന്നത്. നല്ല ഒരു മിക്സിംഗ് ആണ് അതിൻ്റെ ഒരു കറക്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യും തോറും നമുക്കത് കാണാൻ പറ്റും കളർ ചേഞ്ചിങ് ഉണ്ടാകുന്നത്. അങ്ങനെ അത് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ വടി കൊണ്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാവും. നല്ല ഓറഞ്ച് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓറഞ്ച് കളറിലേക്ക് കൺവെർട്ട് ചെയ്യാനായിട്ട് നമുക്ക് അതിനകത്തോട്ട് ആസിഡും ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ആ ഒരു ജഗ്ഗിനകത്തോട്ട് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അതും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഈ കയർ അതിനകത്തോട്ട് മിക്സ് ചെയ്യാനായിട്ട് കുത്തി അങ്ങോട്ടേക്ക് നിറച്ച് കൊടുക്കണം. വലിയ ജാറായതുകൊണ്ട് തന്നെ നന്നായിട്ട് കുത്തിയാണ് താഴേക്ക് ഇറക്കി കൊടുക്കുന്നത്. അങ്ങനെ വല്യച്ഛൻ ആ ഫസ്റ്റ് ജാറ് നിറയ്ക്കുന്ന ഒരു തിരക്കിലാണത്. അപ്പോൾ ഓറഞ്ച് കളറിൽ ചെയ്യുന്ന ആ ഒരു കയറിൻ്റെയാണ് ഫസ്റ്റ് നിറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ നിറച്ച് കഴിയുമ്പോഴത്തേക്കും ആ കളറൊക്കെ നന്നായിട്ട് അപ്പം തന്നെ അതിലേക്ക് പിടിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. നല്ല ഒരു കളറാണ് ഓറഞ്ച് കളർ. അപ്പോൾ നമ്മൾ ഈ ഓറഞ്ച് കളർ അപ്പോൾ നേരത്തെ ചെയ്തിട്ട റെഡിൻ്റെ കളർ അപ്പോൾ അതിങ്ങനെ വെയിലത്തിട്ടിടണം. നമ്മളിങ്ങനെ ഈ വെള്ളത്തിൽ മുക്കി കളർ പിടിച്ച് കഴിയുമ്പോൾ വെയിലത്തിട്ടിട്ട് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് ഉണക്കിയിട്ടാണ് നമ്മൾ കയറായിട്ട് എടുക്കുന്നത്. അപ്പം നേരത്തെ എടുത്ത ആസിഡാണ് കേട്ടോ അത്. അപ്പോൾ ആസിഡ് നമ്മൾ നമ്മുടെ അടുത്ത് നിന്ന് വളരെയധികം സൂക്ഷിച്ച് മാറ്റി വെക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ രണ്ടാമത്തെ കളർ മിക്സ് ചെയ്യാനായിട്ട് സുലൈമ വെള്ളമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രീൻ കളറാണ് അതിനായിട്ട് മിക്സ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രീൻ കളറിലോട്ട് നമുക്ക് ആസിഡിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് ഡയറക്റ്റ് നമുക്ക് നമ്മുടെ കയറിൽ പിടിച്ചോളും. കാരണം അത് അത്രയും ഒരു ഡാർക്കായിട്ടുള്ള കളറായതുകൊണ്ടായിരിക്കും അത് പെട്ടെന്ന് പിടിച്ചോളും. അതിനകത്തോട്ട് നമ്മൾക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുവാണ്. നല്ല കട്ടിക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ടത് നന്നായിട്ട് ആ മിക്സ് ചെയ്തതിൻ്റെ പവർ കൊണ്ടാണ് അതിനകത്ത് ചുഴി പോലെ രൂപപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ശരിക്കും കുറച്ച് കൂടുതൽ സമയം നമ്മളത് ഇളക്കി കൊടുക്കണം. അപ്പോഴേ ആ ഒരു കളറൊക്കെ ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യപ്പെടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഗ്രീൻ കളർ കുറച്ച് നമുക്ക് എത്രത്തോളം നമുക്ക് അതിന് ഡാർക്ക്നെസ് കൂടുതൽ വേണം അത്രത്തോളം നമുക്ക് മിക്സ് ചെയ്ത് ചേർക്കാമേ. അപ്പം അങ്ങനെ നമ്മൾ നല്ല ഡാർക്കായിട്ടുള്ള ഗ്രീനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ആ കളർ പിടിച്ചിട്ടുണ്ട് അതിൽ നല്ല രീതിക്ക്. അത് മുക്കുമ്പോൾ തന്നെ അത് താഴേക്ക് ആക്കുന്ന സമയത്ത് തന്നെ
ഗ്രീൻ കളറിൽ അതിനെയൊക്കെ അബ്സോർബ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നല്ലതായിട്ട്. അങ്ങനെ നല്ലതായിട്ട് നമുക്കതിങ്ങനെ താഴ്ത്തി ഫുള്ള് ആ ഒരു വെള്ളത്തിലേക്ക് താന്നിരിക്കുന്ന രീതിയിൽ നമുക്കിങ്ങനെ കുത്തി അതിങ്ങനെ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കല്ല് കട്ടയെടുത്ത് അതിൻ്റെ പുറത്ത് വെക്കുക. അത് കാരണം ശരിക്കും അതൊന്ന് താഴെ കമങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഈ കയറ് എടുക്കുന്ന ഒരു ഇത്, ഇതാണ് അതിൻ്റെ ഒരു കമ്പി പോലത്തെ ഒരു സാധനമുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് നല്ല ലെവലിൽ അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് എല്ലാ കമ്പിയും നിരത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കാരണം കമ്പി ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ കയറൊക്കെ അതിനകത്തോട്ട് ചുറ്റി വരിയേണ്ടത് കൊണ്ട് നല്ല സ്മൂത്തായിട്ട് അത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കമ്പിയിൽ കുറച്ച് ഓയിൽ തൂത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നമ്മൾ ചെയ്ത് വെച്ച നമുക്ക് പല കളറിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ചായം മുക്കാത്ത നമ്മൾ ഒരു കയറ് തന്നെയാണ് ആദ്യം എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചുറ്റി ഇങ്ങനെ കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഈ കമ്പിയിൽ നമ്മൾ ഇത്രയും നേരം കണ്ട പ്രോസസ്സിൻ്റെ അത്രയും ഒന്നുമില്ലെങ്കിലും ഇത് നല്ല ഭംഗിയുള്ള രീതിയിൽ ചെയ്യുന്നൊരു പരിപാടി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കണ്ടിരിക്കാനായിട്ട് പറ്റും. ഇത് അത്രയ്ക്ക് ഭംഗിയിലാണ് വലിച്ചിനത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, നല്ല അടുക്കോടെയാണ് ആദ്യത്തെ ഒരു ലെയർ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഓരോ കളറും ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയർ അത് ചുറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത കളർ എടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടില്ലേ വയലറ്റ് കളറ്, ആ വയലറ്റ് കളറാണ് ഇതിനകത്തോട്ട് എടുക്കുന്നത്. അങ്ങനെ വയലറ്റ് കളറും നമ്മൾ കളർ ചേർക്കാത്ത കയറും എല്ലാം നമുക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. നല്ല ഭംഗിയായിട്ടാണ് അത് ചുറ്റി കൊടുക്കുന്നത്. പിന്നെ നമുക്ക് മജന്ത കളറുണ്ട്. അങ്ങനെ എത്ര ടൈപ്പ് കളറ് വേണമെങ്കിലും നമുക്ക് ഈ ചായം മുക്കി ഇങ്ങനെ എടുക്കാവുന്നതാണ്. അപ്പോൾ കളറിൻ്റെ ഒരു ഭംഗി കൂടുന്തോറും തടുക്കിനും ഭംഗി കൂടും. അങ്ങനെ നമുക്ക് ഇതിങ്ങനെ ചുറ്റി കൊടുക്കാം കേട്ടോ. അത് ശരിക്കും സത്യം പറഞ്ഞാൽ ഇതൊരു ട്രെയിനിങ് വേണ്ട പരിപാടിയാണ്. നമ്മൾ കാണുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല ഇതിങ്ങനെ ചുറ്റുന്നതും ചെയ്യുന്നതും ഒക്കെ. ഇതൊക്കെ കുറച്ച് നമുക്ക് ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമുക്കത് അതിൻ്റെ സ്പീഡിലും ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പം നമ്മൾ വെച്ച ഗ്രീനാണ് എടുക്കുന്നത്. അപ്പോൾ ഗ്രീൻ നമ്മളെ കാണിക്കാൻ വേണ്ടിയാണ് അത് ചായം മുക്കിയത്. ഇപ്പം ഇത് നേരത്തെ വല്യച്ഛൻ ചെയ്ത് വെച്ചതാണ് ഈ ഗ്രീന്. അപ്പം അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചുറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചുറ്റുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അത് ചുറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ എത്ര ലെയറാണ് അത് കംപ്ലീറ്റ് ആയതെന്ന്. അത് താഴേക്കാക്കിയിട്ട് അതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അതേ സെയിം ഡിസൈനിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ ചവിട്ടി നടക്കുന്ന തടുക്കിനാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഒരു പ്രത്യേക ഭംഗിയുള്ളത്. അതിങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ ശരിക്കും ഞാൻ എക്സൈറ്റഡ് ആയിപ്പോയി. കാരണം ഇത്രയും നാൾ ഇങ്ങനെ ചവിട്ടി നടന്നതല്ലാതെ ഇതിനെപ്പറ്റിയൊന്നും കൂടുതൽ ചിന്തിക്കാൻ ഞാൻ മെനക്കെട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ താഴെ ചെയ്ത പോലെ തന്നെ അതേ സെയിം രീതിയിൽ മേളിലും ചുറ്റി എടുക്കുവാണ് കേട്ടോ. ഫസ്റ്റ് വയലറ്റ് കളർ കൊടുത്തു, അതിന് ശേഷം നമ്മുടെ കളർ ചേർക്കാത്ത കയറ് കൊടുത്തു. അങ്ങനെ പിന്നെ അതിന് ശേഷം വീണ്ടും മജന്ത കളർ കൊടുത്തു. അങ്ങനെ ഓരോ കയറും അതിലേക്ക് ചുറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ചുറ്റുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും കയറ് ചുറ്റുന്നത് കണ്ടു കഴിഞ്ഞാൽ. അത്രയ്ക്കൊരു സ്പീഡിലും അത്രയ്ക്കൊരു എക്സ്പീരിയൻസ്ഡും ആയിട്ടൊക്കെയാണ് വലിയച്ഛൻ ആ കയറ് ചുറ്റി കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് എടുത്തത് നമ്മുടെ മജന്ത കളറാണ്. മജന്ത കളറ് അങ്ങനെ ചുറ്റി കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ 4 കളറ് വെച്ചിട്ടാണ് ഈ തടുക്ക് ചെയ്തെടുക്കുന്നത്. അതായത് ഗ്രീനും മജന്തയും വയലറ്റും പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള കളറും. അപ്പോൾ ഇത്രയും കയറ് നല്ല രീതിയിൽ ചുറ്റി വരുമ്പോഴാണ് നമ്മുടെ തടുക്ക് കംപ്ലീറ്റ് ആകുന്നത്. അങ്ങനെ ഈ തടുക്കിൻ്റെ ഭംഗി കാണണമെങ്കിൽ ആ ഒരു ഫുള്ള് കംപ്ലീറ്റ് പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കതിൻ്റെ എന്താണെന്നുള്ള രീതിയിൽ മനസ്സിലാകുന്നത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ നോക്കിയാലും അതൊരു തടുക്കായിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇനിയും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ഞാൻ ഓർത്തത് ഇങ്ങനെ ചുറ്റിയിട്ട് ഇതിങ്ങനെ നേരെ ഊരിയെടുക്കുമ്പോൾ ഉടനെ തടുക്കായിട്ട് മാറുമെന്നാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല ഗൈസ്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ആ ചുറ്റി വെച്ചിട്ട് നൂല് ഇങ്ങനെ കയറ് ബാലൻസ് കിടക്കുന്നതൊക്കെ ചെത്തിക്കളയുവാണ്. അതിന് ശേഷമാണ് നമുക്കിനി ബാക്കി പരിപാടി. അപ്പോൾ അവിടെ നിന്ന് സ്ക്രൂ ഇളക്കി അവിടെ നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സംഭവം അതുപോലെ തന്നെ ഇങ്ങോട്ട് ഊരിയെടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഇപ്പുറത്തോട്ട് മാറിയൊരു നേരത്തെ നമ്മൾ കാണിച്ചില്ലേ അത് ആ ഒരു മെഷീനുണ്ട്. അപ്പം അത് നമുക്ക് കുറച്ച് ഓയിലിട്ട് കൊടുക്കാം. അതിന് ആ ഓയിലിട്ട് കൊടുത്തിട്ട് കാരണം നമ്മൾ ഓരോ സാധനം ചെയ്യുമ്പോഴും നല്ല സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിലിട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ എപ്പോഴും നമ്മളെന്ത് കാര്യങ്ങളും മെഷീനിൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഓയിലിട്ട് കൊടുക്കുമ്പോൾ അത് കുറച്ച് നമുക്ക് സ്മൂത്തനാകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ ആ തടുക്ക്. അപ്പം ഞാൻ ഇങ്ങനെ കാണുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് തടുക്കായിട്ട് തന്നെയാണ്.
കാരണം ഇനിയും ഇതിൻ്റെ പ്രോസസ്സിങ് ഉണ്ടെന്ന് ഓർക്കുമ്പോൾ അയ്യോ ഇനിയും ഉണ്ടോ എന്നുള്ളൊരു ഇതാണ്. കാരണം അകത്തിരിക്കുന്ന നമ്മൾ നേരത്തെ കോർത്ത് വെച്ച കമ്പിയൊക്കെ നമ്മൾ ഓൾറെഡി ആ കയറിൻ്റെ അകത്താണ്. ഈ കമ്പിയൊക്കെ മാറ്റുന്നൊരു പ്രോസസ്സാണ് ചെയ്യുന്നത്. ഈ തടുക്കിനി മുറുക്കണം, എന്നാലേ അത് കറക്റ്റ് സെറ്റായിട്ട് വരത്തുള്ളൂ. കാരണം നമ്മൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള കുറച്ച് ഹോളൊക്കെ മാറി ടൈറ്റനായിട്ട് കിട്ടാനായിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നോക്കിയാൽ നേരത്തെക്കാളും കുറച്ചും കൂടെ ടൈറ്റനായിട്ടുണ്ട്. നേരത്തെ ഭയങ്കര വിട്ടായിട്ടിരിക്കുമായിരുന്നു, ഇപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ തന്നെ ഒരു കുറച്ചും കൂടെ ഭംഗി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് അതിൽ നിന്ന് സൂചി കോർത്ത് ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും കൂടെ വലിച്ചിട്ടാണ് ഓരോ കമ്പി ഊരി ഊരി മാറ്റുന്നത്. അതായത് നന്നായിട്ട് അതിനകത്ത് ടൈറ്റൻ ചെയ്തിട്ട് സൂചി കയറ്റി കയറ് നന്നായിട്ട് അങ്ങോട്ടേക്ക് വലിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഈ കമ്പി ഊരി മാറ്റുമ്പോൾ നമ്മുടെ തടുക്ക് സെറ്റായിട്ട് വരും. അങ്ങനെയാണ് ഈ സംഭവം. സത്യം പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഒരു തടുക്കുണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഇതാ ഇപ്പോൾ അതിൻ്റെ ഭംഗിയൊന്ന് നോക്കിക്കേ. നമ്മൾ എത്ര പ്രോസസ്സിങ്ങിലൂടെയാണ് കടന്നു പോയതെന്ന് അപ്പം ഓർക്കും. അത് കഴിഞ്ഞിട്ടും ഉണ്ട് കാര്യങ്ങൾ. ഇത് നമ്മൾ കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ സൈഡിലുണ്ടായിരുന്ന പൊങ്ങുന്ന നൂലുകളെല്ലാം, അതായത് അതിൻ്റെ പൊങ്ങി നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു ചകിരിനാരുകളെല്ലാം വെച്ചെത്തി കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതാ നല്ല സൂപ്പർ ഒരു തടുക്ക് റെഡിയായി. അപ്പം ഇതെല്ലാം ബൾക്കായിട്ട് നമ്മുടെ വണ്ടിയിൽ കയറ്റി കൊടുക്കുന്ന തിരക്കിലാണ് വല്യച്ഛൻ. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വല്യച്ഛൻ്റെ കൂടെ ഫുൾ ടൈം നിൽക്കുമായിരുന്നു. കാരണം ഇതെങ്ങനെയാണെന്ന് സംഭവം എന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ ഈ തടുക്കുണ്ടാക്കുന്നതൊക്കെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.